ഹായ് ഇന്നലത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെ വലിയ മാർജിൻ തന്നെ നമ്മൾ അവരെ തോപ്പിച്ചു. അവരെ എനിക്ക് തോന്നുന്നില്ല അവരെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണിത് സൗത്ത് ആഫ്രിക്കയുടെ. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട ഒരു ഓടിയെ പോലെ പോയി. ഹാർദിക് പാണ്ഡ്യ വന്നതിന് ശേഷമാണ് നമുക്കിതൊരു 2020 മത്സരമാണെന്നൊക്കെ തോന്നിപ്പിച്ചത്. പിന്നെ ഇന്ത്യയിലെ ബോളേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞു എല്ലാവരും. പക്ഷെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. എന്തിനാണ് ഈ ഗില്ല് എന്ന് പോകുന്നത്? അയാൾക്ക് ആ സ്ഥാനം എല്ലാരും കൽപ്പിച്ച് നൽകിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. 2020 സ്കോർ ഇടാൻ ലേറ്റ് ആകുന്നു കാരണം ഗില്ലിന്റെ ഇഞ്ചുറി. അങ്ങനെ പല പുള്ളിക്ക് വേണ്ടി ആ ഓപ്പണിംഗ് സ്ഥാനം വെച്ചൊക്കെയാണ്. ഓപ്പണിംഗിൽ നോക്കുകയാണെങ്കിൽ ഗില്ല് ലാസ്റ്റ് 10 ഇന്നിങ്സ് നോക്കണമ്പോ 50 പരാജയമാണ്. ശരാശരി കുറവാണ്. ഒരു ഓപ്പൺ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അതേ സ്ഥാനത്ത് മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ ഓപ്പണിംഗ് പൊസിഷൻ കളിച്ചത്. ആ സഞ്ജുവിന്റെ ഇന്നിങ്സ് ഒക്കെ ആണെങ്കിൽ 2 സെഞ്ചുറി വരെയുണ്ട് ലാസ്റ്റ് ഫ്യൂ ഇന്നിങ്സിൽ. വളരെ ബ്രില്യന്റ് ആയിട്ട് അയാളെ ഓപ്പണിംഗ് കളിച്ചുകൊണ്ടിരുന്നതാണ്. അയാളെ സ്ഥാനം മാറ്റി ഇയാളെ ഏത് പൊസിഷനിലും കളിക്കാൻ ഫ്ലെക്സിബിൾ ആണെന്ന് ഇന്നലെ സൂര്യകുമാറും കൂടെ പറഞ്ഞ പോലെ അത് പോയി. അയാള് അങ്ങനെ പോയി. അത് പോട്ടെ. എന്നാൽ എന്തിനു ഗില്ല്? എത്ര പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. ജയ്സ്വാളുണ്ട്, ഇഷാൻ കിഷൻ ഡൊമസ്റ്റിക് കളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അയാളെ പുറത്താക്കിയത്. ഇപ്പൊ സയ്യിദ് മുസ്താഖ് അലി നോക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ അപാര പ്രകടനമാണ്. അവിടെയും അയാളെ പരിഗണിക്കാതെ മാറ്റി. ഓക്കെ, അത് നിൽക്കട്ടെ. അപ്പൊ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് എന്തിനാണ് ഈ ഗില്ലിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? ഗൈസ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. ബൈ.